ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിൻ്റെ നമ്മൾ റിയലിസ്റ്റിക് കാർ ഡ്രൈവിംഗ് കളിച്ചിട്ടുണ്ടല്ലോ, അതിൽ വേറെ ഗെയിമാണ് കളിക്കുന്നത്. അതിൻ്റെ പേര് റിയലിസ്റ്റിക് വെഹിക്കിൾ സിമുലേറ്റർ ആണ്. അപ്പം നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണിത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഈ റിയലിസ്റ്റിക് നമ്മൾ റിയൽ ലൈഫിൽ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ പോലെയാണ് നമ്മൾ ഈ ഗെയിമിൽ കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടണം. ഇൻഡിക്കേറ്റർ ഈ ഇവിടുത്തെ ലൈറ്റിലിട്ട് നേരെ വണ്ടി തിരിക്കണം. വെച്ചിട്ട് ഇൻഡിക്കേറ്റർ ഓഫ്. ഇന്റീരിയറിൽ പോകാൻ നമുക്ക് പറ്റില്ല. അതിൽ നമ്മൾ ഇങ്ങനെ ഇന്റീരിയറിൻ്റെ ക്യാമറ എടുക്കുമ്പോൾ അത് നമ്മൾ കുഞ്ഞ് താഴ്ന്നിട്ടായിരിക്കുന്നത്, താഴ്ന്നിട്ടാണ്. അതുകൊണ്ട് അതിൽ ഓടിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് നേരെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിം കാണുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ വണ്ടി കസ്റ്റമൈസേഷൻ ആണ്. നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി ഇപ്പം നമുക്ക് നേരെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂലേ? വണ്ടി കസ്റ്റമൈസ് പോലും ചെയ്യാൻ പറ്റൂലേ? വണ്ടിയിലെന്താ കയറാൻ പറ്റുന്നില്ല. എന്താ കയറാൻ പറ്റാത്ത? എനിക്ക് കയറാൻ പറ്റില്ല. കയറാൻ പറ്റാത്ത അവിടെ ഞാൻ ഫ്രോസ് ആയി ഇടിക്കുന്നു. നമുക്ക് വേറെ വല്ല വണ്ടി എടുക്കാം. BMW അല്ല, വേറൊരു വണ്ടി ഞാൻ കണ്ടുവച്ചിട്ട്. ഇത് ടൊയോട്ട ഉണ്ട്, മെർസിഡീസ് ഉണ്ട്, പിന്നെ മെർസിഡീസ് CL അതുണ്ട്. ഇത് ഓർക്കുന്നത് ഞാൻ നോക്കുന്നത് BMW 60 ഉണ്ട്. പിന്നെ അത്രക്കുള്ളൂ. മാസ്റ്റൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും ഈ ബെൻസ് വെക്കാം. കറുത്ത ബെൻസ്. എല്ലാ വണ്ടി എന്താ ഇങ്ങനെ? ഇത് മറ്റേ CL ആണ്. ഈ വണ്ടി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂല. കസ്റ്റമൈസ്
വണ്ടി എന്തല്ലോ ഒരു സസ്പെൻഷനിലൊക്കെ അതെന്താന്ന് എനിക്കിപ്പോൾ നോക്കണല്ലോ. നമുക്ക് വണ്ടി പോലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂല. ക്രിയേറ്റിവിറ്റി വേണ്ട. ചെയ്യാനൊന്നും പറ്റൂല. എന്താ ഞാൻ അപ്പോഴും കുഞ്ഞിതാ. അതെന്താ വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റാത്ത? അതെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂല. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂല. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂലാത്തോണ്ട് ഈ വണ്ടി ടൊയോട്ട സൂപ്പർ. ഇതെന്താണ് എല്ലാ വണ്ടിയും ഇപ്പോൾ റെഡ്? ആ സെയിം കളർ കൊടുത്തേക്കുന്ന കളർ പോലെ. അയ്യേ, എങ്ങനെയാണോ ഇതിൻ്റെ സ്റ്റിയറിങ്? ശരിക്കും ആ വണ്ടീൻ്റെ സ്റ്റിയറിങ് ഇന്ത്യയിൽ എന്തോ ലാഗ് അടിച്ച പോലെ, ഗ്ലിച്ചായ പോലെയാണ്. എന്തോടെ ഈ വണ്ടി നല്ല ഫാസ്റ്റ് ആണ്. ഇതാണോ സ്ഥലം? ഗാരേജ് എൻട്രൻസ്. എൻ്റെ വണ്ടി എങ്ങനെ പിന്നെ കസ്റ്റമൈസ്? എഞ്ചിനൊക്കെ നല്ലതാണ്, പക്ഷെ കസ്റ്റമൈസ് ഒന്നും ചെയ്യാൻ പറ്റുക. ഇവിടെ GTR മാത്രം പറ്റുള്ളൂ. നിങ്ങളുടെ വണ്ടി ഇറങ്ങിപ്പോട്ടെ. ഫിയർലെസ്. ഈ വണ്ടി ഭയങ്കര ഫാസ്റ്റാ. ഞാൻ ഒരു കാര്യം മറന്നുപോയി. നമ്മൾ എന്താ പറയുക, ഒരു കാര്യം ഈ BMW ചെയ്യാനും ഈ സ്പോർട്സ് കാർ എന്നോട് എല്ലാം കൊണ്ട് ഇപ്പോൾ റെഡായിരിക്കുന്ന പോലെ. ഈ സ്പോർട്സ് കാറും ബ്രേക്ക് ഇടാൻ പറ്റുന്നു. ഈ വണ്ടി അനങ്ങുന്നില്ല, അതുകൊണ്ട് നമുക്ക് വേറെ സ്പോൺ ചെയ്യാം. വേറെ വണ്ടി ഇപ്പം
വണ്ടി എന്തായാലും ആവും. തരൂ. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടല്ലേ കളിക്കുന്നത്. അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ട് കളിക്കേണ്ട വണ്ടി കിട്ടി. കറക്റ്റ് ലൈനിൽ നിൽക്കണം. കറക്റ്റ് ലൈനിൽ നിന്ന് ഇൻഡിക്കേറ്റർ വണ്ടി മെല്ലെ വളർത്തി ഇൻഡിക്കേറ്റർ ഓഫാക്കും. ആയല്ലേ, ചെറിയ കൂടി നോട്ടാവട്ടെ. വണ്ടി നോട്ടായിട്ടുണ്ട്. ഇനി നേരല്ല, നേരെ പോ. വണ്ടി വളയ്ക്കണമെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ട് പെട്ടെന്ന് വളയും. അതുകൊണ്ട് നമുക്ക് വണ്ടി ഇവിടെ എന്താ വണ്ടി ഇച്ചിരി കൂടി എന്താ എന്തായാലും ഇങ്ങനെ കിടക്കട്ടെ. അപ്പം നമ്മൾ വന്നേക്കുന്നത് ബെൻസിൻ്റെ ഷോപ്പിലാണ്. ജീവൻ നിൽക്കുന്നു. ഇതൊക്കെ ബെൻസാണ്. അവിടെ ആരും ഇല്ലല്ലോ. പിന്നെ എന്തിനാ അവിടെ ഷോപ്പ് വെച്ചേക്കുന്നത്? അപ്പം എന്തായാലും നമുക്ക് നമ്മളുടെ വണ്ടി എടുത്തുകൊണ്ട് വണ്ടി ഇതാണോ ബെറ്റർ അല്ലെങ്കിൽ ഇതാണോ? നമുക്ക് വണ്ടി തൊട്ടാൽ കാർ വാഷിലേക്ക് നേരെ നമുക്ക് കാർ വാഷിലേക്ക് നേരെ വണ്ടി നേരെ പോവാം. ഇൻഡിക്കേറ്റർ
ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വണ്ടി വിളിച്ച് കയറി. എന്തായാലും ഇന്ത്യറും വെച്ച് കളിക്കണം. ഇന്ത്യർ വെച്ച് കളിക്കണം. വണ്ടി ഇവിടെ വെക്കാം. ബസ് കാണോ. ബസ് കൊടുത്ത് ബസ് ഡോർ ഓർക്കണ്ട. അപ്പം നമുക്ക് ഈ വണ്ടി ഒന്ന് ക്ലീൻ ആക്കാം. അങ്ങനെ ക്ലീൻ ആക്കി ഇനി നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ക്ലിപ്പ്. ഈ വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ.